കൊച്ചിലോട്ട് അച്ഛൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞ് അച്ഛൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞ് മാത്രമേ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമേ ദേഷ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല. അമ്മയാണ് പിന്നെയും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വഴക്ക് പറയലും അടിയും ഒക്കെ. അച്ഛൻ എനിക്ക് തോന്നുന്ന 1-2 പ്രാവശ്യം കണ്ട് എന്നെ അടിച്ചിട്ടുള്ളൂ. അപ്പം അച്ഛന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു കറക്റ്റ് 9 മണി തൊട്ട് 5 മണി വരെയുള്ള ജോലി വേണം. അച്ഛൻ ഇതായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ സിനിമയിലേക്ക് വരാൻ വേണ്ടി പോയപ്പോൾ അച്ഛൻ പറഞ്ഞു ജോലി വിടല് ഒരു കാരണവശാലും, ലീവ് കിട്ടുവാണെങ്കിൽ നീ പോയി അഭിനയിച്ചു, അല്ലെങ്കിൽ സിനിമയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അച്ഛന് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഫാമിലിയിലാരും സിനിമാക്കാരില്ല. പിന്നെ ഇതൊക്കെ രക്ഷപ്പെടാൻ വലിയ പ്രയാസമല്ലേ സിനിമയിൽ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പിന്നെ ജോലി വിടാണ്ട് തന്നെ ഫസ്റ്റ് പടം അഭിനയിച്ചു. അതിനുശേഷം 1 വർഷത്തിന് ശേഷം ഞാൻ ജോലി വിട്ടു. സെയിൽസ് പ്രഷർ കൂടിയ കാരണം ഞാൻ സിനിമയിലേക്ക് വന്നു. പിന്നെ സിനിമ ഇല്ലാണ്ടായി, റെഗുലർലി സിനിമകൾ ഇല്ലാണ്ടായി. അപ്പോഴൊക്കെ അച്ഛന് ഭയങ്കര ബോധോടായിരുന്നു ട്രിവാൻഡ്രം ലോഡ്ജ് റിലീസാകുന്നവര്. ട്രിവാൻഡ്രം ലോഡ്ജ് റിലീസായി കഴിഞ്ഞാൽ പിന്നെ അച്ഛനും ഹാപ്പിയാണ്. വെച്ചാല് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സിനിമകളുണ്ട്. അപ്പം അച്ഛന് ഭയങ്കര പ്രൗഡായിട്ട് പറയായിരുന്നു, ഇപ്പൊ അവൻ അവിടെ കോഴിക്കോട് ഷൂട്ടിലാണ്, ഫോർ എക്സാമ്പിൾ പറഞ്ഞു, അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പൊ അച്ഛന് അങ്ങനത്തെ ഈ ഇൻകം ഉണ്ടാവണമല്ലോ. ഞാൻ കല്യാണം കഴിച്ചൊരു കൊച്ചുമായി ഇൻകം ഇല്ലെങ്കിൽ ഒരു അവസ്ഥയൊക്കെ ഓർത്തിട്ടായിരുന്നു അച്ഛന് ഭയങ്കര പ്രയാസമായിരുന്നു. അതിന് ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അച്ഛൻ ആക്സിഡന്റിൽ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് തീവണ്ടി റിലീസായത് 2018. അപ്പം അത് ഭയങ്കര ഹിറ്റ്. അച്ഛൻ പടം കാണാൻ വേണ്ടി പോയി. അവിടെ ചേർത്തലയില് ചിത്രാഞ്ജലിയിലും പാരഡൈസിലും ടിക്കറ്റ് കിട്ടാണ്ട് തിരിച്ചു വന്ന സന്തോഷമായിരുന്നു അച്ഛന്. അതൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ ഈ പഴയ അച്ഛന്മാരെ പോലെ അങ്ങനെ എല്ലാം തുറന്നു പറയുന്ന ആളൊന്നുമല്ല. അമ്മയോട് പറയും, പക്ഷെ എന്നോട് ചേച്ചിട്ടൊന്നും അങ്ങനെ പറയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ സഡൻ ഡെത്ത് ആയത്. അത് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ചിലപ്പോൾ ഒരു നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ ഓക്കെ, ബെഡ് റിട്ടേൺ ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം സംഭവിച്ചത്, ഈ വനിതാ ഫിലിം അവാർഡ്സിൽ ഞാൻ അച്ഛനെ പറ്റി പറഞ്ഞായിരുന്നു. അത് 2019-20 കണ്ടായിരുന്നു. എനിക്ക് ബെസ്റ്റ് കൊമേഡിയൻ കിട്ടിയായിരുന്നു. അപ്പൊ അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് നിരന്തരം സിനിമകൾ കൊണ്ടാണ് ഞാൻ കോമഡി ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ആ സ്റ്റേജ് വെച്ച് പറഞ്ഞ ആ വീഡിയോ മനോരമയുടെ യൂട്യൂബ് ചാനലിലുണ്ട്.